എല്ലാവരും കാത്തിരിക്കുന്ന വടകര മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ്. LDF UDF മത്സരത്തിന്റെ എല്ലാ തീവ്രതയുമുള്ള ഇത്തവണത്തെ ഗ്ലാമർ പോരാട്ടം എന്ന് പറഞ്ഞത് നടക്കുന്നത് വടകരയിലാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ടും അതിന്റെ ചൂരും ഒന്നും മാറിയിട്ടില്ല. 2 സിറ്റിംഗ് MLA മാർ പാലക്കാട് MLA ഷാഫി പറമ്പിലും മട്ടന്നൂർ MLA KK ശൈലജയും മത്സരിക്കുന്നു. പ്രഫുൽ കൃഷ്ണ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ മണ്ഡലങ്ങളിലൊന്ന്. കൗതുകകരമായ പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും നടന്നിട്ടുള്ള മണ്ണാണ് വടകര. കോലി സഖ്യം ഒക്കെ ഒരുപക്ഷെ ഓർമ്മയിലുണ്ടാകും എല്ലാവരുടേതും. ഇത്തവണ ചില പ്രചരണ വിഷയങ്ങളുടെ പേരിൽ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെയും മഴ പെയ്തിട്ട് പിന്നെയും മരം പെയ്യുന്നത് പോലെ ഒരുപാട് നാളുകൾ ചർച്ചയായിരുന്നു വടകര. ഇത്തവണ വടകരയുടെ മനസ്സിലിരിപ്പ് എന്ത് എന്നുള്ളത് നമ്മൾ നാളെ ഉറ്റുനോക്കുന്ന, നാളെ ഫലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉറ്റുനോക്കുന്ന 3 മണ്ഡലങ്ങളിൽ ഒന്ന് വടകരയായിരിക്കും. 1 വടകര, 2 തൃശ്ശൂർ, 3 തിരുവനന്തപുരം എന്നുള്ളതാണ് എൻ്റെ കണക്ക്. എന്തായാലും വടകരയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ നമ്മൾ നാളെ വരെ കാത്തിരിക്കണം. നമുക്കിപ്പോൾ വടകരയുടെ മനസ്സിൽ എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഇത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ K മുരളീധരൻ, P ജയരാജൻ എന്ന ഇടതുപക്ഷത്തിന്റെ സ്റ്റാൾ വോട്ടിനെ 84,663 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച മണ്ഡലമാണ് വടകരയുടെ രാഷ്ട്രീയ സാഹചര്യം. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നു. വടകരയുടേത് മാത്രമല്ല കേരളത്തിന്റെ ആകെ. എന്തു തോന്നുന്നു, ആർക്കാണ് ഇത്തവണ വടകര അഡ്വാൻറ്റേജ്? വടകര ടു ക്ലോസ് ടു കോൾ, അതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രവചനത്തിന് പോലും പറ്റാത്ത രീതിയിൽ അത്ര ക്ലോസ് ആണ്. പക്ഷേ അഭിലാഷ് ഇപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മഴ തോർന്നിട്ടും മരം പെയ്യുന്ന രീതിയിൽ പിന്നെയും തുടർചലനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഇരു മുന്നണികളും, പ്രത്യേകിച്ച് UDFും LDFും ചില സമാധാന യോഗങ്ങൾ നടത്തുകയും കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒരു സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുകയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഈ വടകര മണ്ഡലത്തിൽ തന്നെയുള്ള അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട CPM നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പാർട്ടി അണികൾക്ക്, പാർട്ടി അംഗങ്ങൾക്ക്, പിന്തുണയ്ക്കുന്നവർക്ക് എല്ലാവർക്കും വളരെ ശക്തമായ ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള, ജയിച്ചാലും തോറ്റാലും ഒരു തരത്തിലുള്ള പ്രകോപനത്തിനും പോകരുത്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയാൽ അത് പാർട്ടി ഒരു തരത്തിലും അതിനെ സംരക്ഷിക്കുകയോ ഒന്നും ചെയ്യില്ല, തള്ളിപ്പറയും എന്നുള്ളത്. അതുപോലെ തന്നെ UDFന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു UDF നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ ഈ പ്രചാരണ വിഷയങ്ങൾ കൊണ്ടുവന്നതിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിലുമൊക്കെ പക്വതക്കുറവുണ്ടായി എന്നുള്ളത്. അതായത് ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ള അവിടുത്തെ ചില സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാകാത്ത രീതിയിലുള്ള ചില പ്രചരണ വിഷയങ്ങൾ ഉന്നയിച്ചതും എതിർ പ്രചരണം നടത്തിയതുമൊക്കെ ആ മണ്ഡലത്തിൽ പലതരത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയോ എന്ന് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ സംശയം തോന്നുന്ന ഒരു നേതാവാണ് ആ കാര്യം പറഞ്ഞത്. വടകര രാജീവ് പറഞ്ഞെടുത്തുന്ന തുടരുകയാണെങ്കിൽ ടു ക്ലോസ് ടു ഗോൾ ആണ്. 2020 മത്സരത്തിന്റെ അവസാനത്തെ ഓവർ പോലെ 6 ബോളിൽ 18 റൺസ്. 6 ബോളിൽ 18 ഉപരി കുറച്ചുകൂടി ഭംഗിയായി പറഞ്ഞു വെച്ചാൽ വടകരയിലെ പിച്ച് റിപ്പോർട്ട് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ, വടകരയിലെ പിച്ച് റിപ്പോർട്ട് മത്സരത്തിന്റെ തുടക്കത്തിൽ അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻസ് പേസ് ബൗളർമാർക്ക് ഇറ്റ് മേ ഹെൽപ്പ് ദ പേസ് ബൗളേഴ്സ്. പക്ഷേ മത്സരം പുരോഗമിക്കുന്നവരും ഡ്യൂ ഫാക്ടർ ഇറ്റ് ക്യാൻ ടേൺ, സ്പിന്നേഴ്സ് വന്ന് കളം പിടിക്കുന്ന ആ രീതിയിലുള്ള പിച്ച് റിപ്പോർട്ട് വടകരയ്ക്ക് അനുയോജ്യമായിരിക്കും. ബിക്കോസ് വടകര മണ്ഡലത്തിൽ, വടകരയിൽ KK രമ ജയിച്ച വടകര നിയമസഭാ മണ്ഡലം ഒഴികെയുള്ള ബാക്കി 6 മണ്ഡലങ്ങളും LDFിനൊപ്പമാണ് 2021 തെരഞ്ഞെടുപ്പിൽ. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കാണ് എണ്ണുന്നതെങ്കിൽ അവസാനം കൂത്തുപറമ്പും തലശ്ശേരിയും എണ്ണി കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ബിക്കോസ് ഇറ്റ് മേ ടേൺ, സ്പിന്നേഴ്സ് ക്യാൻ ടേക്ക് ഓവർ ദ ഗെയിം. സോ അതാണ് വടകരയിലെ പിച്ച് റിപ്പോർട്ട്. പ്രവചനങ്ങൾക്ക് അതീതമാണ്. ബിക്കോസ് LDFിന് ഭൂരിപക്ഷമുള്ള 6 മണ്ഡലങ്ങൾ, പക്ഷേ ഷാഫി പറമ്പിൽ എന്ന ഊർജ്ജസ്വലനായ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം. KK ശൈലജ, ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു മട്ടന്നൂർ കൂടെ വടകരയുടെ ഭാഗമായിരുന്നെങ്കിൽ എന്ന്. എന്തായാലും സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള സെക്കൻഡ് ക്വാളിഫയർ പോലെ ഒരു പക്ഷേ സ്പിന്നർമാർക്ക് ഡ്യൂ ഫാക്ടർ വിചാരിച്ചത്ര ഗുണം ചെയ്തില്ല എന്നൊക്കെ ആരെങ്കിലും അവസാനം പറയുകയും രണ്ടാം പകുതി കളിക്കുന്ന സ്പിന്നർമാർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമാണോ? വടകര സ്പിൻ ചെയ്യുന്ന രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും പക്ഷെ പോസിറ്റീവ് അല്ല. കാരണം വടകര ഈ പറയുന്ന പോലെ ബെസ്റ്റ് സ്ഥാനാർത്ഥികൾ എന്ന് പറയാവുന്ന സ്ഥാനാർത്ഥികൾ, പക്ഷേ മോശം പ്രചാരണം. അതായിരുന്നു വടകര ഇത്തവണ നമുക്ക് മുന്നിൽ വെച്ചത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അത് വളരെ ഓർഗനൈസായിട്ട് വർഗീയത കളിച്ചതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരുപക്ഷെ വടകരയിൽ ഇപ്പോൾ കോഴിക്കോടിൻ്റെ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ പ്രധാനമായിട്ടും കാണേണ്ടത് ഒരുപക്ഷെ വയനാട്ടിൽ മടക്കി വെച്ച കൊടി കുറച്ചുകൂടി ഊർജ്ജസ്വലമായ ആവേശത്തോടെ ലീഗ് പ്രവർത്തകർ വീശിയ സ്ഥലമാണ് വടകര എന്നുള്ളതാണ്. അത് പക്ഷേ പല വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട് വന്നപ്പോൾ ആ പ്രചാരണം അതിൻ്റേതായ മോശം ചില
ടേണുകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് വടകര കണ്ടത്. പക്ഷെ വടകരയെ നിർണായകമാക്കുന്നത് ഞാൻ കരുതുന്നു കഴിഞ്ഞ തവണ പി ജയരാജനും കെ മുരളീധരനും മത്സരിച്ചപ്പോൾ പി ജയരാജൻ ഒരു കാരണവശാലും വിജയിക്കരുത് എന്ന് അവിടെ തീരുമാനിച്ച ഘടകങ്ങളിലൊന്ന് ബി ജെ പിയുടെ വോട്ടാണ്. ആ വോട്ട് ഇത്തവണ തിരിച്ച് ബി ജെ പിക്ക് പോകുമോ എന്നുള്ളത് വളരെ നിർണായകമാണ്. പ്രഫുൽ കൃഷ്ണ എന്ന ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി ഈ പറയുന്ന വലിയ പോളറൈസേഷൻ ഒക്കെ നടന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ നേട്ടമാർക്ക് കോട്ടമാർക്ക് എന്നതിനൊക്കെ അപ്പുറത്ത് ഈ വോട്ടുകൾ കഴിഞ്ഞ തവണ മുരളീധരന് പോൾ ചെയ്യപ്പെട്ട പി ജയരാജൻ വിരുദ്ധ വോട്ടുകൾ തിരിച്ച് പ്രഫുൽ ഈ കൂത്തുപറമ്പും പിന്നെ വടകരയും അതുപോലെ തന്നെ തലശ്ശേരിയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലത്തിൽ ഒരു ബി ജെ പിക്കാരൻ ഇനി എന്ത് പോളറൈസേഷൻ ഉണ്ടായാലും അരിവാൾ ചുറ്റിലേക്ക് വോട്ട് ചെയ്യൂ? കഴിഞ്ഞ തവണ ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന് സ്ഥാനാർത്ഥി പി ജയരാജനാണ് എന്നുള്ളതാണ്, സെറ്റിൽ ചെയ്യാൻ വേറെ സ്കോഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല കൂടി ഉണ്ടായിരുന്നു. തോക്കാൻ വേണ്ടിയിട്ടാണ് അവര് വോട്ട് ചെയ്തത്. അതിനപ്പുറത്ത് തിരിച്ചൊരു വോട്ടിംഗ് ഉണ്ടാവില്ല. തിരിച്ച് ബി ജെ പിയിലേക്ക് ആ വോട്ടുകൾ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രഫുൽ കൃഷ്ണയുടെ കൂടുതൽ പോകുന്ന വോട്ടുകളാണ് വടകരയുടെ ഭൂരിപക്ഷ ആർക്ക് എന്ന് നിശ്ചയിക്കാൻ പോകുന്നത്. പക്ഷേ ഞാൻ അപ്പോഴും പറയുന്നു ഇത്തവണ നേരിയ എഡ്ജ് ഷാഫി പറമ്പിലിനാണ്. ഷാഫി പറമ്പിൽ അഡ്വാൻറ്റേജ് ആണ് ഇവിടെ കേമത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൊണ്ടിരുന്നത് നമുക്ക് ഇന്നത്തെ പാനലിലേക്ക് പോയി കഴിഞ്ഞാൽ സി പി റാഷിദിലേക്കാണ്. ആദ്യം റാഷിദിന്റെ സ്വന്തം മണ്ഡലമാണെന്ന് മാത്രമല്ല വടകരയിൽ ഷാഫി പറമ്പിലിന് 1 ലക്ഷത്തിൽ പരം വോട്ടിന്റെ മേൽക്കൈയാണ്, വിജയമാണ് റാഷിദ് പ്രവചിച്ചിരിക്കുന്നത്. നാളെയാണ് ആ നിർണായകമായ ദിവസം. റാഷിദ് ഇവിടെ തന്നെയൊക്കെ കാണുമല്ലോ അല്ലേ? നാളെ രാത്രി എനിക്കൊന്ന് കാണാനുണ്ട്. ഇവിടെ തന്നെ ഉണ്ടാവും അഭിലാഷ്. ഇവിടെ മീൻസ് പരിസരത്തുണ്ടാവും. കുഴപ്പമില്ല. ആ 1 ലക്ഷത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടോ? എൻ്റെ ഒരു കണക്ക് കൂട്ടൽ സാധാരണഗതിയിൽ തെറ്റാറില്ല. ആ കോൺഫിഡൻസ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഹൈലി പൊളിറ്റിക്കലാണ്. ഈ പറയുന്ന ഈ വർഗീയപരമായ, ഞാൻ വടകരക്കാരനാണ്, ഗ്രൗണ്ട് ലെവലിൽ ഈ വർഗീയപരമായ വിഷയങ്ങളൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലും ഒരു ഒറ്റ മാധ്യമങ്ങൾ അത് വാർത്തയിൽ വരുമ്പോൾ എന്നുള്ളതിനപ്പുറം ഹൈലി പൊളിറ്റിക്കലായ വടകരയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ വന്നാലും ലെഫ്റ്റിൻ്റെ വോട്ട് 42%, 41%-അപ്പുറം താഴോട്ട് പോകില്ല. ഇപ്പോൾ RMP ആ ഒരു സൈഡിൽ നിന്നുള്ള വോട്ട് കൂടി വരുമ്പോൾ UDF-ഉം 43-44%, ബി ജെ പിയും 6%. അതായത് മറ്റുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ചിട്ട് നിഷ്പക്ഷ ന്യൂട്രൽ വോട്ടുകളിൽ കുറവുള്ള ഒരു ഏരിയയാണ്. പരമാവധി മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ചിട്ട് കുറവുള്ള ഏരിയയാണ്. ഈ വോട്ടുകളാണ് ജനവിധിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഹൈലി പൊളിറ്റിക്കൽ ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ വടകരയ്ക്കുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ആൻറ്റി ഇൻകംബൻസി ഒക്കെ വടകരയിൽ വർക്കിംഗ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ടീച്ചർ എന്നുള്ള ഒരു വ്യക്തിപ്രഭാവത്തിലാണ് ഇടതുപക്ഷം തുടങ്ങിയതെങ്കിൽ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിൻ്റെ അഗ്രഹാരങ്ങളിൽ നിന്ന് അതൊരു പ്രത്യേക എൻട്രി ആയിരുന്നു. പാലക്കാട് നിന്ന് ഒരു നമ്മുടെ നാട്ടിലൊരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം 2 ടേം ഒരു മണ്ഡലത്തിൽ, അസംബ്ലി ആവട്ടെ പാർലമെൻറ്റ് മണ്ഡലത്തിലാവട്ടെ, അവിടെ മത്സരിച്ച് ജയിച്ചതിന് ശേഷം ഒരു പുതുമയുള്ള കാഴ്ചയാണ് പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ നമുക്ക് സമ്മാനിച്ചത്. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പിരിഞ്ഞു പോക്കിനെ ഒട്ടും യോജിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന അധ്യാപകരെ പിരിഞ്ഞു പോകുന്ന കുട്ടികളെ പോലെ മണ്ഡലം കാണിക്കുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് ജയിച്ചിട്ടാണ് വടകരയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് അഭിലാഷ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്. പിന്നെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഇമേജിനെ നമ്മൾ ആരും കുറച്ച് കാണുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം മാറി ഒരു ജനവിധിയിലേക്ക് എത്താൻ വടകരയിൽ കഴിയില്ല. പിന്നെ വടകരയിൽ ചർച്ചയാകപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റിന് ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. UDF വലിയ രീതിയിൽ ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചപ്പം ലെഫ്റ്റും ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ UDF-ൻ്റെ ആൾക്കൂട്ടം വലിയ രീതിയിലാണ്. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ആൾക്കൂട്ടം കാണുമ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ UDF-ൻ്റെ ആൾക്കൂട്ടം വെറുതെ വെയിൽ കൊള്ളില്ല. ലീഗുകാരെയും കോൺഗ്രസ്സുകാരെയും സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ്. പക്ഷേ LDF-ൻ്റെ ആൾക്കൂട്ടം അത് പാർട്ടി തീരുമാനം അനുസരിച്ച് വന്ന ഒരു ആൾക്കൂട്ടമാണ്. അവിടെ പോലും വോട്ട് മാറിക്കുത്തുന്ന ഒരാൾക്കൂട്ടം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം, വിരുദ്ധ വികാരമുണ്ടെങ്കിൽ. പക്ഷെ നേരെ മറിച്ച് UDF-ൻ്റെ കാര്യത്തിൽ അത് വോട്ട് തന്നെയാണ്, ആരവം തന്നെയാണ്. വടകരയിലെ ജനവിധിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന, ഞാനിട്ട ഗ്രാഫിലേക്ക് തന്നെ എത്തും എന്ന് തന്നെയാണ് അഭിലാഷ്. 1 ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് റാഷിദിന്റെ പ്രവചനം. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഡോക്ടർ മോഹൻ വർഗീസ്? 1 ലക്ഷം വോട്ടിന് ഷാഫി പറമ്പിൽ ജയിക്കുമോ വടകര? ഷാഫി പറമ്പിൽ വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും 1 ലക്ഷം വോട്ട് ഞാൻ കണക്കാക്കുന്നത് 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരിക്കലും ഉണ്ടാവില്ല. റാഷിദ് പറഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത് എന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇവിടെ ഒരു വർഗീയ പോരാട്ടമൊന്നുമല്ല, ആ നറേറ്റീവ് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ 40%, ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും താഴത്തെ വോട്ട് ഷെയറിലേക്ക് LDF പോയാൽ ഞാൻ അത്ഭുതപ്പെടില്ല.
ഈ ശ്രീമതി ടീച്ചർ യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചറെ മുൻകാലങ്ങളിലെ ഒരു പ്രഭാവമൊന്നും ശൈലജ ടീച്ചറിനെ ഇപ്പോൾ ആവർത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് 40% വോട്ട് ഷെയർ 10 ലക്ഷം വോട്ടുകളിൽ 40% പോയാൽ ടീച്ചറുടെ വോട്ട് 4 ലക്ഷത്തിൽ താഴെ നിൽക്കും. അങ്ങനെയെങ്കിൽ ഷാഫി പറമ്പിൽ ഒരു 44%, പ്രഫുൽ കൃഷ്ണയ്ക്ക് 6% ഉണ്ടായിരുന്ന BJP വോട്ട് ഒരുപക്ഷെ 10%, അതിൽ കൂടുതൽ ഡബിൾ ഡിജിറ്റിലേക്ക് 11-12% പോയാൽ ഞാൻ അത്ഭുതപ്പെടില്ല. അങ്ങനെ വരുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ കണക്കിൽ ഒരു 25,000 മുതൽ 35,000 വരെയുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രമേ ഷാഫി പറമ്പിൽ ജയിക്കാൻ പറ്റൂ എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇവിടെ റാഷിദ് ആ മണ്ഡലത്തിൽ ജനിച്ച് ജീവിക്കുന്നയാളാണ്. അദ്ദേഹം പറയുന്നതിനെ പ്രകടമായി അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം 1 ലക്ഷം വോട്ടെന്ന് പറയുന്നു, ഞാനത് താഴ്ത്തു പറയുന്നു എന്നേ ഉള്ളൂ. ശരി, 41.8 ആയിരുന്നു P. ജയരാജന് കിട്ടിയ വോട്ട്. അതിനേക്കാൾ കുറയും ശൈലജ ടീച്ചർക്ക് എന്നുള്ളതാണ് താങ്കളുടെ പ്രവചനം. നമുക്ക് ഡോക്ടർ ഫസൽ ഗഫൂറിനോട് കൂടി ചോദിക്കാം. ഡോക്ടർ ഗഫൂർ, താങ്കൾ എന്ത് വിചാരിക്കുന്നു? KK ശൈലജ എന്ന കേരളത്തിലെ ഏറ്റവും ജനകീയയായ രാഷ്ട്രീയ പ്രവർത്തക ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതും വടകര പോലെയുള്ള ഒരു മണ്ഡലത്തിൽ തോൽക്കുക എന്നുള്ളത് സംഭവ്യമാണോ? അല്ല, സംഭവ്യം ആണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത് കേരളത്തിൽ LDFന്റെ സ്ഥിതി എന്തായിരിക്കും എന്നാണ്. കേരളത്തിൽ LDF മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുകയും 5-6 സീറ്റ് നേടുകയും ചെയ്താൽ അങ്ങനെയാണെങ്കിൽ ആ സീറ്റിലൊന്ന് ശൈലജയായിരിക്കും. അല്ലെങ്കിൽ തൂത്തു പോകണമെന്ന് വിചാരിച്ചു കേരളത്തിൽ LDF. ഇപ്പോൾ അതിലെങ്ങനെ ശൈലജ മാത്രമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടും, അപ്പോൾ ശൈലജ തോറ്റുപോകും എന്നുള്ളത്. രണ്ടാമത് ഞങ്ങൾക്കവിടെ കോളേജുകളും സ്കൂളൊക്കെ ഉള്ളതാണ്, പ്രത്യേകിച്ച് ONGM വടകര ടൗണിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല, അവിടെ ഒരു വർഗീയ പ്രചരണം ഉണ്ടായിട്ടുണ്ട്. ആരുണ്ടാക്കിയെന്നുള്ളതല്ല, പ്രചരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അത് മുൻപ് കേരളത്തിലെ ഒരു പ്രത്യേകത ഉള്ളൊരു നിയോജകമണ്ഡലമാണ് ഈ കുറ്റ്യാടി നാദാപുരം ബെൽറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് കേരളത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ മുസ്ലിമുകൾ ജന്മികളായിട്ടുള്ളൂ, മറ്റേ ഈഴവർ നമ്മുടെ കുടിയന്മാരുമായിട്ടുള്ള സ്ഥലം. അപ്പോൾ അത് അന്ന് പണ്ട് നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് MLA ആയിരുന്ന സി കണാരൻ അടക്കമുള്ള കാലഘട്ടങ്ങളിൽ അവിടെ വർഗീയമായിട്ടുള്ള വിഭജനമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇല്ലാതായിട്ട ഒരു കാലഘട്ടം. പിന്നെ കുറേ കാലമായിട്ടുള്ള വർഗീയതയില്ല. ഒന്ന്. അപ്പോഴാണ് ഇപ്പോൾ രണ്ടാമത് ചിലർ ഈ വാട്സപ്പും മറ്റേലൂടെയൊക്കെ തുടങ്ങിയത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല നിലനിൽക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ പറയുന്നത് LDFന്റെ കോട്ടയാണെന്ന്. അത് അസംബ്ലി ഇതിലാണ്. ഇത് ലോകസഭ വരുമ്പോൾ പിക്ചർ എപ്പോഴും മാറാറുണ്ട്. നിങ്ങൾ നോക്കിയില്ലേ? നമുക്കറിഞ്ഞൂടെ മുല്ലപ്പള്ളി എത്ര തവണ ജയിച്ചു, അതുമാതിരി പലരും വേണം, മറ്റേ മുരളീധരൻ ജയിച്ചു, അതിന് മുമ്പും ആൾക്ക് പലരും ജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ്ടാവും ആരൊക്കെ ജയിച്ചു എന്നുള്ളത്. അപ്പോൾ ആ നിലക്ക് ഇതിനെ ഒരു വലിയൊരു ഫൈറ്റ് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കോട്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കോഴിക്കോട് മാതിരിയാണ്. അസംബ്ലിയൊക്കെ ഒരു ഭാഗത്തും ലോക്സഭ വേറൊരു ഭാഗത്തും. അപ്പോൾ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ടീച്ചർ ഒരു ചെറിയൊരു ഭൂരിപക്ഷത്തിന് ടീച്ചർ ജയിക്കാൻ സാധ്യതയുണ്ട്. പ്രൊവൈഡഡ്, ഞാൻ പറയാണ്, പ്രൊവൈഡഡ് LDF 4-5 സീറ്റുകൾ കേരളത്തിൽ ജയിക്കുകയും ഇപ്പോഴുള്ള ഭരണവിരുദ്ധ വികാരത്തിനെ തടയാൻ പറ്റിയ രീതിയിൽ അതിന് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിങ്ങനെ ജയിച്ചു വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് എനിക്കെതിരെ ഈ കാര്യത്തിൽ പറയുന്നത്. അതിലൊരു ഏകീകൃതമായ ഒപ്പീനിയൻ ഇല്ല. ടീച്ചർ ജയിക്കുമെന്നുള്ളതാണ് ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പ്രവചനം. മറ്റു രണ്ടുപേരും അവിടെ ഷാഫിയുടെ വിജയം പ്രവചിക്കുകയും ചെയ്തു. ഞാനും ഇക്കാര്യത്തിൽ 100% ഉറപ്പിച്ചൊരു കാര്യം പറയുന്നില്ല. എന്തായാലും നമുക്ക് നാളെ വരെ കാത്തിരിക്കാം. ഏതായാലും ആര് ജയിച്ചു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മട്ടന്നൂരാണെങ്കിൽ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ മട്ടന്നൂർ ഒരു സാധാരണ രീതിയിൽ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും. പക്ഷേ ഷാഫിയാണ് ജയിക്കുന്നതെങ്കിൽ പാലക്കാട് ഹൈ പ്രൊഫൈൽ ഉപതെരഞ്ഞെടുപ്പായിരിക്കും നടക്കുക. നമുക്ക്